ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി മാങ്ങ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 2 വിഭവങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ പാലോ ഇതൊന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഐസ്ക്രീമിനേക്കാളും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് രണ്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 3 നല്ല പഴുത്ത മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ വലുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എണ്ണമൊക്കെ കൂട്ടാം. ഒരുപാട് വലിയ മാങ്ങയാണെങ്കിൽ 2 എണ്ണം എടുത്താലും മതി. ചെറിയ മാങ്ങയാണെങ്കിൽ 4 or 5 എണ്ണം വരെ എടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം സ്പൂൺ വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ തൊലി കട്ട് ചെയ്തിട്ട് ഉൾഭാഗം മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ തന്നെ എല്ലാ മാങ്ങയും നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാത്തിൻ്റെയും ഉൾഭാഗം മാത്രമായിട്ട് എടുക്കുക. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള ടൈപ്പ് മാങ്ങയാണ്. അങ്ങനത്തെ മാങ്ങയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ ഞാനിവിടെ എല്ലാ മാങ്ങയും ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്രീസറിൽ വെക്കണം. 3 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ എല്ലാം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഫ്രീസറിലോട്ട് വെക്കുകയാണ്. ഞാനിതിവിടെ ഫ്രീസറിൽ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തൈരും കൂടെ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീക്ക് യോഗേർട്ടാണ്. ഇതാണ് ഫ്രീസറിൽ വെക്കുന്നത്. ഇത് നമ്മൾക്ക് 3 or 4 ടേബിൾ സ്പൂൺ വേണ്ടി വരും. മാങ്ങയുടെ വലുപ്പം അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം വരാം. ഇപ്പോൾ തന്നെ ഞാനിതിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. മാങ്ങയെല്ലാം നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ടിയൊന്ന് മാറുമ്പോഴേക്കും നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെച്ച തൈരും കൂടെ പുറത്തിറക്കി വെക്കുക. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തതിന് ശേഷം ഈ മാങ്ങയെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഒരുപാട് കട്ടിയായിട്ടിരിക്കത്തില്ല. ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കും ഇത് ശരിക്കും അരഞ്ഞു കിട്ടത്തില്ല എന്ന്. പക്ഷേ നല്ല പോലെ ഇത് അരഞ്ഞു കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പുറത്തിറക്കി വെച്ച തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് ചേരുവകളെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ആകെ 3 ചേരുവകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇപ്പോൾ ഇതാ ഞാനിവിടെ തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പോലെ ഇത് അരഞ്ഞു കിട്ടും. തീരെ കട്ടയൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഇനി ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഐസ്ക്രീമിനൊക്കെ നല്ല മധുരമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾക്ക് അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തേൻ ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ തേനും കൂടെ ചേർത്തിട്ട് വീണ്ടും അടിച്ച് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല പോലെ തന്നെ അരഞ്ഞിട്ടുണ്ട്. തീരെ കട്ടകളൊന്നുമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തീരെ വെള്ളമൊന്നും ഇതിനകത്തേക്ക് ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിതൊക്കെ അരയ്ക്കാനായിട്ട്. ഇതെടുക്കുന്നത് കാണുമ്പോഴേ അറിയാം ഐസ്ക്രീമിൻ്റെയൊക്കെ നല്ല ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതാ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് ഒഴിച്ചു വെക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം ബോക്സ് വേണമെങ്കിലും എടുക്കാം. ഏതാണെങ്കിലും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കൊടുക്കണം. ക്ലിംഗ് റാപ്പ് വെച്ച് കൊടുത്താൽ മതി. അത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ മുകളിൽ മുട്ടുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഈ കാണിക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതിനകത്ത് തീരെ ക്രിസ്റ്റൽസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ മുട്ടിച്ച് വെക്കുമ്പോഴാണ് ക്രിസ്റ്റൽസ് ഒന്നും തീരെ വരാതിരിക്കുക. ഇനി ഈ ബോക്സ് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചും ഫ്രീസറിനകത്ത് തന്നെ വെക്കണം. ഏകദേശം 3 or 4 മണിക്കൂർ മാത്രം വെച്ചാൽ മതിയായിരിക്കും. ഇനി അഥവാ ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഫ്രീസർ ടെമ്പറേച്ചർ ഏറ്റവും കുറച്ച് വെക്കുക. അതായത് ലോയിൽ മാത്രം വെച്ചാൽ മതി. അപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുക. ഇപ്പോൾ ദാ നമ്മളിവിടെ ഫ്രീസറിൽ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. നമ്മളിതിൻ്റെ മുകളിലായിട്ട് പ്ലാസ്റ്റിക് റാപ്പ് ഇതേപോലെ വെച്ചതുകൊണ്ട് തീരെ ക്രിസ്റ്റൽസ് ഒന്നും വന്നിട്ടില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടും കൂടിയാണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിടുന്നത് കാണുമ്പോൾ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മാങ്ങ പഴുത്തതൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. ഗസ്റ്റുകളൊക്കെ വരുന്നു എന്നറിഞ്ഞാലും വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്തയൊന്നും ഞാൻ ഇതേപോലെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്പൂൺ വെച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതെടുക്കുന്നത് കാണുമ്പോഴും അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്രിസ്റ്റൽസ് ഒന്നും തീരെ വന്നിട്ടില്ല ഉള്ളിൽ. നെക്സ്റ്റ് ടൈം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു മെത്തേഡും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ തൈര് തീരെ ചേർക്കുന്നില്ല. തൈര് മാത്രമല്ല പാലും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ മെത്തേഡും കൂടെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്യുന്നത്. നന്നായി കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യാനായിട്ട്. ഇനി തൊലി കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ.
ഒരുപാട് ചെറുതാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാ മാങ്ങയും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ മാങ്ങ എടുക്കാം. ഇതുപോലത്തെ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് പഴുത്ത് കൂടിയാലും കുഴപ്പമില്ല. അതായത് ചിലപ്പോൾ പഴുപ്പ് കൂടിയ മാങ്ങയാണെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളത് കൊണ്ട് അങ്ങനത്തെ മാങ്ങയും നമ്മൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ മാങ്ങയെല്ലാം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു ഫ്രീസർ കവറിനകത്തേക്ക് ആക്കിയിട്ട് ഇത് നേരെ ഫ്രീസറിനകത്ത് വെക്കാം. എയർ തീരെ കയറാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. പ്ലാസ്റ്റിക് ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാലും മതി. ഇതിനി ഫ്രീസറിനകത്തേക്ക് 3-4 മണിക്കൂർ നമുക്ക് എടുത്ത് വെക്കാം. 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ ദാ ഞാനിവിടെ 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയെല്ലാം നല്ലപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കവർ തുറന്നതിന് ശേഷം ഇതൊരു പ്ലേറ്റിനകത്തേക്ക് എടുത്ത് വെക്കാം. ഇനി ഇത് 3 മണിക്കൂറിൽ കൂടുതൽ നേരം ഫ്രീസറിൽ ഇരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ നമ്മൾക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്താലും മതി. ഇപ്പോൾ ദാ ഞാനിതിവിടെ ഒരു പ്ലേറ്റിനകത്തേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടയെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടുപോയിക്കോളും. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നാരങ്ങാ നീരാണ്. ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് പുളി ഉണ്ടായിരിക്കും. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹണിക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഹണി ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. ഇനി ഇത് തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇത് അരച്ചതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഹണി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പ്ലാസ്റ്റിക് ബോക്സിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. ഏതു തരം പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേണമെങ്കിലും എടുക്കാം. തീരെ വെള്ളം ചേർക്കാതെയാണ് നമ്മളത് അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ വേണം ഇത് അരയ്ക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കൊടുക്കണം. കോർണറുകളെല്ലാം നല്ല പോലെ ലെവലാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലിംഗ് റാപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ മുട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും വെക്കാനായിട്ട്. അപ്പോഴാണ് തീരെ ക്രിസ്റ്റൽസ് ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് കിട്ടുക. പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോക്സ് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഫ്രീസറിനകത്ത് വെക്കാം. 3-4 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. ഫ്രീസർ ടെമ്പറേച്ചർ ലോയിൽ വേണം വെക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാനിവിടെ 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറക്കുന്നത് കാണുമ്പോൾ അറിയാം ക്രിസ്റ്റൽസ് ഒന്നും തീരെ ഇതിനകത്ത് വന്നിട്ടില്ല. ഇനി നമ്മൾക്കിത് പ്ലാസ്റ്റിക് റാപ്പ് മാറ്റിയതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് ചേരുവകൾ വെച്ച് തയ്യാറാക്കിയ നല്ലൊരു ഡെസേർട്ടും കൂടിയാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പാലും തൈരും ഒന്നും യൂസ് ചെയ്യേണ്ടാത്തവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാം. ഇതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടും കൂടിയാണിത്. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് വേറെ ചേരുവകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിയിട്ടില്ല. ഇനി ഇതും സ്പൂൺ വെച്ചൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീരെ ക്രിസ്റ്റൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്